അങ്ങനത്തെ ഒരു ഗ്രീവൻസ് ഓൺലൈൻ ഗ്രീവൻസ് റിസൾട്ട് ചെയ്യാപ്പെട്ടതാണ്. അതിനകത്ത് ഒരു QR കോഡ് ഉണ്ട്. ഇപ്പോൾ സ്റ്റേഷനിൽ എന്തെങ്കിലും വരുന്ന പൊതുജനങ്ങൾക്ക് അവർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് റെസിപ്റ്റ് കിട്ടിയില്ല, അതുപോലെ പ്രോപ്പറായിട്ട് അവർക്ക് നടപടി ഉണ്ടായിട്ടില്ല, പിന്നെ എന്തെങ്കിലും മോശപ്പെരുമാറ്റം ഉണ്ടെങ്കിൽ അവർ ഈ QR കോഡ് ഉപയോഗിച്ച് അവരുടെ ഗ്രീവൻസ് ഇതിൽ സബ്മിറ്റ് ചെയ്യാം. ഈ സബ്മിറ്റ് ചെയ്തെങ്കിൽ നേരിട്ട് നമ്മുടെ DPC ജില്ലാ പോലീസ് മേധാവിയുടെ ലാഗിനിൽ വരും. അപ്പോൾ നമ്മളിത് എടുത്ത് പരിശോധിച്ച് അത് കറക്റ്റീവ് മെക്കാനിസമായിട്ട് നമ്മൾ ശരിയാക്കപ്പെട്ടതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എനി സ്റ്റേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ശരിയാക്കപ്പെട്ടതാണ്. അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അഡീഷണൽ ആയിട്ട് നമ്മൾ ഒരു ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു പെറ്റീഷൻ സെല്ലിലൂടെ ഒരു ഫോൺ നമ്പർ കൂടി കൊടുത്തിട്ടുണ്ട്, 9497908554. അപ്പോൾ ചിലപ്പോൾ ആരെങ്കിലും QR കോഡ് അവർക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാതായിരിക്കാം, അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതായിരിക്കാം. അപ്പോൾ അവർക്ക് ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ ഫോണിൽ വിളിച്ചോ അല്ല SMS അയച്ചോ അല്ല വാട്സപ്പ് അയച്ചോ കൂടി അവിടെ ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റതാണ്. അപ്പോൾ ഇത് എല്ലാ ദിവസവും നമ്മൾ വൈകിട്ടോ ഒരു ദിവസം ഒരു സമയങ്ങളിൽ നമ്മൾ പരിശോധിക്കും. ഈ പരിശോധിച്ച് അത് കറക്റ്റീവ് മെക്കാനിസം ചെയ്യാനുള്ള ഒരു സംവിധാനമായി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്ന് ഇത് പ്രദർശിച്ചതുപോലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും പത്തനംതിട്ടയിലുള്ള 23 പോലീസ് സ്റ്റേഷനിലും അതായത് SHOമാർ പബ്ലിക് വിസിബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ QR കോഡ് പ്ലസ് ഈ പോർട്ടലിലൂടെ നമ്പർ പ്ലസ് ഈ ഫീഡ്ബാക്ക് വാട്സാപ്പ് നമ്പറും കൂടി എല്ലാ സ്റ്റേഷനിലും വിസിബിൾ ആയിട്ട് പബ്ലിക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതായത് സബ് ഡിവിഷൻ DSPമാർ കൂടി ഇങ്ങനെ ഇന്ന് ഈ പ്രോഗ്രാം ചെയ്തു വരുന്നുണ്ട്. നമ്മൾ തുണ പോർട്ടലിൽ ഒരുപാട് ഓൺലൈൻ സർവീസുകളുണ്ട്. നമ്മുടെ ഈ തുണ പോർട്ടൽ പൊള്ളാപ്പിലെ പബ്ലിക് വേണ്ടിയുള്ള സർവീസാണ്. ആ പബ്ലിക് വേണ്ടിയുള്ള സർവീസ് മറ്റേ ആക്സിഡന്റ് GD റിക്വസ്റ്റ്, അതുപോലെ NIOC റിക്വസ്റ്റ്, അതുപോലെ മൈക്ക് പെർമിഷൻ, അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് ഉണ്ട്. ഈവൻ ഓൺലൈൻ പെറ്റീഷൻ അയക്കാൻ കൊടുക്കാൻ പറ്റതാണ്. അപ്പോൾ ഈ സർവീസുകളടക്കം എല്ലാ പബ്ലിക് ഉപയോഗിക്കാൻ പറ്റതാണ്. ബിക്കോസ് അവർക്ക് ഒരുപാട് ദൂരം നടന്ന് സ്റ്റേഷനിൽ വരേണ്ട ആവശ്യമില്ല. സോ ഈ തുണ പോർട്ടൽ ആൻഡ് പൊള്ളാപ്പിലുള്ള ഓൺലൈൻ സർവീസുകൾ പബ്ലിക് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ സ്റ്റേഷനിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ പറ്റതാണ്. പബ്ലിക് സ്റ്റേഷനിലേക്ക് വരുന്ന ജനങ്ങൾക്ക് ഇവിടെയുള്ള സർവീസുകൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ഫീഡ്ബാക്കായിട്ട് ഈ പോർട്ടലിൽ കൊടുക്കാൻ പറ്റും. ഈ QR കോഡ് സംവിധാനം കൊണ്ട് കൊടുക്കാൻ പറ്റും. അത് മാത്രമല്ല നമ്പേഴ്സും ഉണ്ട്. അപ്പോൾ QR കോഡ് ഉപയോഗിക്കാൻ പറ്റാത്തവർ ഈ നമ്പറും കൂടി വെച്ചിട്ട് പരാതി കൊടുക്കാൻ പറ്റും. അപ്പോൾ കൊടുത്തെങ്കിൽ നേരിട്ട് നമ്മുടെ എൻ്റെ കീഴിലുള്ള പെറ്റീഷൻ സെല്ലിക്ക് ആ ഗ്രീവൻസ് കയറും. അപ്പോൾ ഏതെങ്കിലും സ്റ്റേഷനിൽ അത് പരാതി റെസിപ്റ്റ് കൊടുത്തിട്ടില്ല, അല്ല പ്രോപ്പറായി നടപടി എടുത്തിട്ടില്ലെങ്കിൽ നമ്മളത് നേരിട്ട് വിളിച്ച് ബന്ധപ്പെട്ട ഓഫീസറുടെ നമ്മൾ കോൺടാക്ട് ചെയ്ത് അത് ശരിയാക്കാൻ പറ്റതാണ്. സോ ജനങ്ങൾക്ക് കിട്ടുന്ന സർവീസ് കുറച്ചും കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റതാണ്. അപ്പോൾ ഇത് ഓൾറെഡി ഈ സിസ്റ്റം ഉള്ളതാണ്, കുറച്ചും കൂടി ജനങ്ങൾക്ക് റീച്ച് ആകണം. ബിക്കോസ് ഇത് നല്ല ഒരു ഓൺലൈൻ ഗ്രീവൻസ് റിസൽ സിസ്റ്റമാണ് ഈ കേരള പോലീസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും റീച്ച് ഔട്ട് ആയാൽ ദേ ക്യാൻ യൂസ് ദിസ് സിസ്റ്റം വെരി വെൽ. അത് മാത്രമല്ല ഒരുപാട് ഓൺലൈൻ സർവീസുകളുണ്ട് നമ്മൾ പൊള്ളാപ്പിൽ. അപ്പോൾ ആ ഓൺലൈൻ സർവീസുകൾ കൂടി ജനങ്ങൾ ഉപയോഗിച്ചെങ്കിൽ അവർക്ക് പോലീസ് സ്റ്റേഷൻ നേരിട്ട് വരേണ്ട ആവശ്യമില്ലാതെ ഓൺലൈനിൽ തന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് അവർക്ക് നല്ല രീതിയിൽ സർവീസ് കൊടുക്കാൻ പറ്റതാണ്. അതിനുവേണ്ടി നമുക്ക് യോദ്ധാവ് നമ്പർ ഉണ്ട്, സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യോദ്ധാവ് നമ്പറിലെ പരാതി അതിൽ കൊടുത്തെങ്കിൽ അവരുടെ ഇൻഫർമേഷൻ അടക്കം നമ്മൾ അവർക്ക് ഐഡന്റിറ്റി ഇല്ലാതെ നമ്മൾ ഇൻഫർമേഷൻ കിട്ടും. സോ ദാറ്റ് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകും. ഇല്ല, അങ്ങനെയില്ല. ഇതിൽ ആക്ച്വലി പെറ്റീഷൻ അവരുടെ ഉള്ള സർവീസാണ്. സോ അവർക്ക് വേണ്ടിയുള്ള കംപ്ലയിൻറ്റ്, അവരുടെ പെറ്റീഷൻസ്, പിന്നെ അവർക്ക് മൈക്ക് റിക്വസ്റ്റ്, ആക്സിഡൻറ്റ് GD റിക്വസ്റ്റ്, അങ്ങനത്തെ വരുന്ന കാര്യങ്ങളാണ്. പിന്നെ അവരുടെ നേരിട്ടുള്ള പരാതികളാണ്, നേരിട്ട് സ്റ്റേഷനിൽ വരുന്ന പരാതികൾ അവർക്ക് ഉള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് ഡിഫറെൻ്റ് ആണ്.